गं गणपतये नमः। ॐ श्री महादेवे नमः। ॐ आपदामपहर्तारं दातारं सर्वसम्पदां लोकाभिरामं श्रीरामं भूयो भूयो നമാമ്യഹം. നമസ്കാരം. രാമ ഏതു കുഞ്ഞിനും ചൊല്ലാൻ എളുപ്പമുള്ള രണ്ടക്ഷരം, ഒരുപാട് ശക്തിയുള്ള രണ്ടക്ഷരം. അതാണ് രാമ എന്ന രണ്ടക്ഷരത്തിൻ്റെ പ്രത്യേകത. എത്ര വിദ്യാഭ്യാസമില്ലാത്തവനും ചൊല്ലാൻ പറ്റുന്ന രണ്ടക്ഷരം, എന്നാൽ അതിനർത്ഥമോ വളരെ വലുതും. രാ എന്ന അക്ഷരം പ്രകാശത്തെ, വെളിച്ചത്തെ, അഗ്നിയെ അഥവാ ഊർജത്തിൻ്റെ, ജ്ഞാനത്തിൻ്റെ പ്രകാശമാണ് പ്രതിനിധീകരിക്കുന്നത്. മാ എന്ന അക്ഷരം മനസ്സിനെ പ്രതിനിധീകരിക്കുന്നു. സ്വയം തിരിച്ചറിയുന്നതിനും അതിലൂടെ ആത്മാവിലേക്ക് ഇറങ്ങാൻ സഹായിക്കുന്ന ശബ്ദം. രാമ എന്ന രണ്ടക്ഷരം അഥവാ നാമം വെളിച്ചത്തിലേക്കുള്ള കവാടമാണ്. രാമ എന്ന ശബ്ദം ജ്ഞാനോദയം നേടി പരമാത്മാവിലേക്ക് നയിക്കുന്ന പവിത്രമായ നാമമാണ്. രാ എന്ന അഗ്നി പാപങ്ങളെ നശിപ്പിക്കുകയും മാ എന്ന ആനന്ദം ശാന്തിയും സമാധാനവും നൽകുന്നു. രാമൻ എന്നാൽ ആനന്ദത്തിലായിരിക്കുന്നവൻ, ജ്ഞാനോദയത്താൽ പരമാനന്ദത്തിൽ ലയിച്ചിരിക്കുന്നവൻ എന്നർത്ഥം. രാമചരിതമാനസത്തിൽ ഇങ്ങനെ പറയുന്നു: വസിഷ്ഠമുനി ദശരഥപുത്രന് നാമകരണം നടത്തിയത് ഇപ്രകാരമാണ്: ജോ ആനന്ദം സിന്ധു സുഖരാസി സീക്കർ തേം ത്രൈലോക സുപാസി സോ സുഖധാമ രാമ അസനാമ അഖില ലോകദായക വിശ്രമ. രാമനാമം ആനന്ദത്തിൻ്റെ അഥവാ സന്തോഷത്തിൻ്റെ മഹാസമുദ്രമാണെന്നും അതിലെ ഒരു തുള്ളി പോലും പ്രപഞ്ചത്തിൽ ശാന്തിയും സമാധാനവും നൽകുകയും ചെയ്യുന്നു. ഓം നമോ നാരായണ എന്ന അഷ്ടാക്ഷര മഹാമന്ത്രത്തിലെ രായും ഓം നമശിവായ എന്ന പഞ്ചാക്ഷര മഹാമന്ത്രത്തിലെ മായും ചേർന്ന് രാമ ആയി. രാമ എന്ന രണ്ടക്ഷര ജപത്താൽ കൊള്ളക്കാരനായ വേട്ടക്കാരനെ ശ്രേഷ്ഠനായ മുനിയാക്കി മാറ്റിയവൻ രാമൻ. എല്ലാവരെയും ആകർഷിക്കുകയും ആനന്ദിപ്പിക്കുകയും ചെയ്യുന്നവൻ രാമൻ. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. തീവ്ര നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം രാവണനെ നിഗ്രഹിച്ച ശേഷം പ്രപഞ്ചത്തെ മുഴുവൻ സംരക്ഷിക്കുന്ന രൂപമാണ് തൃപ്രയാർ ക്ഷേത്രത്തിലെ ചതുർബാഹുവായ ശ്രീരാമസ്വാമി. പുറയാർ എന്ന് വിളിക്കുന്ന തീവ്ര നദിയുടെ തീരത്തുള്ള തിരുപ്പുറയാർ ചുരുങ്ങി തൃപ്രയാറായി. ശംഖ്, സുദർശന ചക്രം, ഗദ, അക്ഷമാല എന്നിവ വഹിക്കുന്ന ചതുർബാഹു വിഷ്ണുവായ ശ്രീരാമ പ്രതിഷ്ഠയാണ് തൃപ്രയാർ ക്ഷേത്രത്തിലേത്. ഏകാദശി വിളക്കും ഏകാദശിയുടെ അന്ന് 21 ആനകൾ പങ്കെടുക്കുന്ന ഘോഷയാത്രയും വളരെ പ്രധാനമാണ്. വെടിവഴിപാടും വളരെയേറെ പ്രാധാന്യമർഹിക്കുന്നു. കൊടിമരമില്ലാത്ത ക്ഷേത്രമായതിനാൽ തൃപ്രയാർ ക്ഷേത്രത്തിൽ കൊടിയേറ്റ് നടത്താറില്ല. ശ്രീരാമസ്വാമിക്ക് ഏറ്റവും ആനന്ദം നൽകുന്ന വഴിപാടാണ് വെടിവഴിപാട്. കാരണം രാവണൻ മോഷ്ടിച്ച സീതയെ അന്വേഷിച്ചിറങ്ങി കാണാതെ വിഷമിച്ചിരുന്ന ശ്രീരാമൻ്റെ അടുക്കൽ ആദ്യമായി വന്ന് തൻ്റെ ഘനഗംഭീരമായ നാദത്തിൽ കണ്ടു ഞാൻ സീതയെ എന്ന കർണാനന്ദകരമായ വാചകം പറഞ്ഞ ഹനുമാനെ നെഞ്ചോട് ചേർത്ത ശ്രീരാമൻ. രാമന് ആനന്ദം പകർന്ന മുഴങ്ങുന്ന ഹനുമാൻ്റെ നാദത്തെ അഥവാ ശബ്ദത്തെ ഓർമ്മിച്ചുകൊണ്ടാണ് വെടിവഴിപാട് നടത്തുന്നത്. നഷ്ടപ്പെട്ട ശബ്ദം തിരികെ ലഭിക്കുന്നതിനും നല്ല ശ്രവണസുന്ദരമായ ശബ്ദമാകുന്നതിനും ഗർഭസംബന്ധമായ പ്രശ്നങ്ങൾക്കും എന്നുവേണ്ട എല്ലാ വിഷമങ്ങൾക്കും മനമുരുകി പ്രാർത്ഥിച്ച് ശ്രീരാമസ്വാമിക്ക് വെടിവഴിപാട് നടത്തുന്നത് വളരെയധികം ഫലം നൽകുന്നു. തൃപ്രയാർ ക്ഷേത്രത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അത് മറ്റൊരു ഐതിഹ്യമാണ്. മത്സ്യത്തൊഴിലാളികൾ കണ്ടെടുത്ത 4 വിഗ്രഹങ്ങളിൽ പ്രധാനമായ ശ്രീരാമ വിഗ്രഹം തൃപ്രയാറിൽ സ്ഥാപിക്കാൻ കൈമൾ അദ്ദേഹം തീരുമാനിക്കുകയും അതിനായുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയപ്പോൾ അവിടെ ഒരു മയിൽ പ്രത്യക്ഷപ്പെട്ട് പ്രതിഷ്ഠിക്കാനുള്ള സമയം കുറിച്ചു വേണം പ്രതിഷ്ഠ നടത്താൻ എന്ന് പറഞ്ഞു അത്രേ. പ്രതിഷ്ഠ നടത്താനായി കൈമളും കൂട്ടരും കുറേ അധികം നേരം മയിലിനെ കാത്തിരുന്നെങ്കിലും മയിൽ വന്നില്ല. ഒടുവിൽ മയിൽപീലികൾ വഹിച്ചുകൊണ്ട് ഒരു ഭക്തൻ അവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ മുഖ്യ പുരോഹിതൻ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. എന്നാൽ പ്രതിഷ്ഠ കഴിഞ്ഞപ്പോൾ മയിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അബദ്ധം പറ്റിയതിൽ പശ്ചാത്താപിച്ച കൈമളും കൂട്ടരും തെറ്റുതിരുത്തുന്നതിനായി മയിൽ അടയാളപ്പെടുത്തിയ സ്ഥലത്ത് വലിയ ബലിക്കല്ല് സ്ഥാപിച്ചു. അതുകൊണ്ട് പ്രധാന പ്രതിഷ്ഠയ്ക്ക് തുല്യമായ പ്രാധാന്യം ബലിക്കല്ലിനുമുണ്ട്. എന്നാൽ
ബലിക്കല്ല് അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരുന്നതിനാൽ ദിവ്യമന്ത്രോച്ചാരണത്താൽ ആണിയടിച്ച് ബലിക്കല്ല് നാറാണത്ത് ഭ്രാന്തൻ ഉറപ്പിക്കുകയാണുണ്ടായത്. പ്രധാന പ്രതിഷ്ഠയുടെ സ്ഥാനമാറ്റം മൂലം വിഗ്രഹത്തിൻ്റെ ശക്തി കുറയുന്നതായി അനുഭവപ്പെട്ടതുകൊണ്ട് നാറാണത്ത് ഭ്രാന്തൻ ഭഗവാന്റെ ഇരുവശത്തും 2 ദേവതകളെ പ്രതിഷ്ഠിച്ചു. വലതുവശത്ത് ശ്രീദേവിയെയും ഇടതുവശത്ത് ഭൂമിദേവിയെയും. അതുകൊണ്ട് കൂടുതൽ ശക്തിയോടെ ശ്രീരാമ ഭഗവാൻ വിളങ്ങുന്നു. കൂടാതെ ഖരദൂഷണ തൃശിരസ്സുകളെയും സൈന്യങ്ങളെയും വധിച്ച ശേഷമുള്ള ശ്രീരാമൻ്റെ ചതുർബാഹുവായ ഉഗ്രരൂപമാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. തൃപ്രയാർ ഏകാദശി വരുന്നത് 2025 ഡിസംബർ 15-നാണ്. സഫല ഏകാദശിയും ഡിസംബർ 15-നാണ് വരുന്നത്. ദശമി വിളക്ക് ഡിസംബർ 14-നും ഏകാദശി വിളക്ക് ഡിസംബർ 15-നുമാണ്. വൃശ്ചിക മാസത്തിലെ പൗർണമിക്ക് ശേഷം വരുന്ന ദിവസം ദശമിയുടെ അന്ന് ശാസ്താവിനെ വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയുണ്ട്. ഏകാദശിയുടെ അന്ന് ശ്രീരാമ വിഗ്രഹം ആനപ്പുറത്തേറ്റി 21 ആനകളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായി കൊണ്ടുപോകുന്നു. ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് തൃപ്രയാർ ഏകാദശി ഉത്സവം. ഗുരുവായൂർ ഏകാദശിയുടെ അതേ പ്രാധാന്യത്തോടെ തന്നെ തൃപ്രയാർ ഏകാദശിയും ഭക്തർ ആചരിക്കുന്നു. തൃപ്രയാർ ഏകാദശിക്ക് 21 ദിവസം മുൻപ് നിറമാല തുടങ്ങിയിട്ടുണ്ടാകും. ഏകാദശിയുടെ തലേന്ന് നടക്കുന്ന പ്രാധാന്യമേറിയ ഒന്നാണ് ദശമി വിളക്ക്. ശാസ്താവിനെ എഴുന്നള്ളിക്കുന്ന ദിവസമാണ് ദശമി. അതോടൊപ്പം തന്നെ തൃപ്രയാർ തേവർക്ക് സമർപ്പിക്കുന്ന ദശമി വിളക്കും ഒരു ഗംഭീര കാഴ്ചയാണ്. ക്ഷേത്രത്തിനു മുന്നിലെ പുറയാർ നദിയിൽ ധാരാളം മീനുകളുണ്ട്. മീനൂട്ട് നടത്തുന്നത് മറ്റൊരു പ്രധാന വഴിപാടാണ്. ഭക്തർ നൽകുന്ന അന്നം സ്വീകരിക്കാൻ ഭഗവാൻ മത്സ്യരൂപത്തിൽ എത്തുമെന്നാണ് വിശ്വാസം. ശ്വാസ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും മീനൂട്ട് നടത്തിയാൽ മാറുമെന്ന് മറ്റൊരു വിശ്വാസമുണ്ട്. ക്ഷേത്രത്തിലെ ഉപദേവതകളിൽ ഹനുമാൻ പ്രതിഷ്ഠയില്ലെങ്കിലും ശ്രീരാമനാമം ജപിക്കുന്നിടത്ത് ഹനുമാന്റെ സാമീപ്യം ഉണ്ടാവുമെന്നുള്ളതുകൊണ്ട് ഹനുമാൻ ക്ഷേത്രത്തിലുണ്ടെന്നാണ് സങ്കല്പം. കൂടാതെ ദക്ഷിണാമൂർത്തി, ഗണപതി, ശാസ്താവ്, ഗോശാലകൃഷ്ണൻ എന്നിങ്ങനെയാണ് ഉപദേവത പ്രതിഷ്ഠകൾ. തൃപ്രയാർ ഏകാദശിയോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും നടക്കാറുണ്ട്. വൃശ്ചിക മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് തൃപ്രയാർ ഏകാദശിയായി ആഘോഷിക്കുന്നത്. തൃപ്രയാർ ഏകാദശി വ്രതം നോൽക്കുന്നത് സർവ്വ ദുരിതങ്ങളും അകറ്റി സകല സൗഭാഗ്യങ്ങളും നൽകും. ഭക്തവത്സലനാണ് ശ്രീരാമസ്വാമി. വ്രതം നോറ്റ് തൃപ്രയാർ അപ്പനെ തൊഴുതാൽ എല്ലാ പുണ്യവും ലഭിക്കും. അത് എല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല. സാധിക്കാത്തവർ വ്രതം നോറ്റ് സമർപ്പണത്തോടുകൂടി ഭഗവത് നാമങ്ങൾ ജപിക്കുക. ദശമി ദിവസം ഒരിക്കലൂണായി വ്രതം നോറ്റ് ഏകാദശി ദിനം ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് ആദിത്യ ഹൃദയം ചൊല്ലി തുളസിക്ക് ദീപം വെച്ച് പ്രദക്ഷിണം ചെയ്ത് ഭഗവാന് മുന്നിൽ നെയ്ദീപം വെച്ച് പ്രാർത്ഥിക്കണം. പൂജാമുറിയിൽ ദീപം തെളിയിച്ച് ഗണപതി സ്തുതിയും കുലദേവതാ സ്തുതിയും ചൊല്ലി ഭഗവത് നാമങ്ങൾ ജപിക്കുക. ശ്രീരാമഭുജംഗം സർവപാപഹരമാണ്. ശ്രീ ശങ്കരാചാര്യരാൽ വിരചിതമായ അദ്ഭുത സ്തോത്രം. അത് ചൊല്ലുന്നത് ഏറെ ഉത്തമം. വിഷ്ണു സഹസ്രനാമം, ശ്രീരാമ സഹസ്രനാമം, രാമാഷ്ടകം എന്നിവയെല്ലാം ചൊല്ലാവുന്നതാണ്. ഏകാദശി ദിവസം പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കാൻ സാധിക്കുന്നവർ അങ്ങനെ ചെയ്യുക. അല്ലാത്തവർ പഴങ്ങൾ മാത്രം ഭക്ഷിച്ച് ഉപവസിക്കുക. ഏകാദശി വ്രതമെടുക്കുമ്പോൾ ഒരുവിധ ധാന്യവും ഉപയോഗിക്കാൻ പാടുള്ളതല്ല. കടല, പയർ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയും വയറിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവയായതിനാൽ സ്വസ്ഥമായ വ്രതമെടുക്കാൻ ഇവയെല്ലാം ഒഴിവാക്കണം. ഉത്പന്ന ഏകാദശിയുടെ ഐതിഹ്യം കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. മുര എന്നൊരു അസുരൻ സത്യയുഗത്തിൽ ഉണ്ടായിരുന്നു. അവൻ ഭയങ്കരനും കൂടുതൽ ശക്തിയുള്ളവനുമായിരുന്നു. അവൻ്റെ ഉപദ്രവം സഹിക്കവയ്യാതെ ദേവകൾ മഹാവിഷ്ണുവിനോട് അഭയം പ്രാപിച്ചു. അവനെ നശിപ്പിക്കുവാനായി വിഷ്ണു ഭഗവാൻ മുരയുമായി യുദ്ധം ആരംഭിച്ചു. മുരയുടെ സൈന്യങ്ങളെയും എല്ലാം നശിപ്പിച്ചെങ്കിലും മുരയെ തോൽപ്പിക്കാൻ സാധിച്ചില്ല. അത്രയ്ക്കും ഭയങ്കരനായിരുന്നു മുര. ഒടുവിൽ രണ്ടുപേരും ആയുധം മാറ്റി മല്ലയുദ്ധം ആരംഭിച്ചു. വർഷങ്ങളോളം നീണ്ടുനിന്ന യുദ്ധത്തിന് ഒരു അവസാനവും ഇല്ലാതിരുന്നപ്പോൾ ഭഗവാൻ വിശ്രമിക്കുന്നതിന് വേണ്ടി ബദരികാശ്രമത്തിലേക്ക് പോയി. ബദരികാശ്രമത്തിൽ ഉറങ്ങുന്ന വിഷ്ണു ഭഗവാനെ വധിക്കാൻ മുര അവിടെ എത്തുന്നു. എന്നാൽ മുര എന്ന ഭയങ്കരനെ വധിക്കാൻ വിഷ്ണു ഭഗവാന്റെ ശരീരത്തിൽ നിന്നും ഉജ്ജ്വല ശക്തിയായി ഒരു ദേവി പ്രത്യക്ഷപ്പെട്ടു. വിഷ്ണു ഭഗവാന്റെ ശക്തി ആർജിച്ച ആ ദേവി മുരനെ പരാജയപ്പെടുത്തുകയും തലവെട്ടി കൊലപ്പെടുത്തുകയും ചെയ്തു. ഉറക്കത്തിൽ നിന്നും ഉണർന്ന വിഷ്ണു ഭഗവാൻ ദേവിയോട് നീ ആരെന്ന് ചോദിക്കുകയും ഭഗവാന്റെ യോഗമായയിൽ നിന്നും ജനിച്ച സ്ത്രീ ശക്തിയാണ് താനെന്നും പറയുന്നു. അതിൽ അതീവ സന്തുഷ്ടനായ ഭഗവാൻ അവളെ ഏകാദശി തിഥിയിൽ ജനിച്ചതുകൊണ്ട് ഏകാദശി എന്നറിയപ്പെടുമെന്ന് പറയുന്നു. ഏകാദശി വ്രതങ്ങൾ മാത്രമേ എന്നെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ പറയുന്നു.
അന്ന് സർവ്വലോകവും ദേവന്മാരും എല്ലാവരും ഏകാദശി വ്രതം അനുഷ്ഠിച്ച് ഏകാദശിയെ പ്രാർത്ഥിക്കുമെന്നും അനുഗ്രഹിച്ചു. ഏകാദശി വ്രതങ്ങൾ വിഷ്ണു ഭഗവാന് ഏറെ പ്രിയപ്പെട്ടതാണ്. ഏകാദശി തിഥി ഡിസംബർ 14 വൈകിട്ട് 6:50 ആരംഭിച്ച് ഡിസംബർ 15 രാത്രി 9:20 അവസാനിക്കുന്നു. ഹരിവാസരം വരുന്നത് ഡിസംബർ 15 ഉച്ചതിരിഞ്ഞ് 3:59 മുതൽ ഡിസംബർ 16 രാവിലെ 3:59 വരെയാണ്. പാരണ വീടേണ്ടത് ഡിസംബർ 16 രാവിലെ 7:05 മുതൽ 9:12 വരെയുള്ള സമയത്താണ്. ആ സമയം ഭക്ഷണമെല്ലാം ഉപേക്ഷിച്ച് അഖണ്ഡ നാമജപം ചെയ്യുന്നത് കോടി പുണ്യം. ക്ഷേത്ര ദർശനം നടത്താൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക. അല്ലാത്തവർ ഗൃഹത്തിൽ തുളസി തീർത്ഥം സേവിച്ച് പാരണ വീടാവുന്നതാണ്. യഥാവിധി തൃപ്രയാർ ഏകാദശിയും സഫല ഏകാദശിയും ആചരിക്കുവാൻ ഏവർക്കും സാധ്യമാവട്ടെ. ശ്രീരാമ ഭഗവാന്റെയും വിഷ്ണു ഭഗവാന്റെയും അനുഗ്രഹങ്ങൾ ലഭിക്കാൻ അത് വളരെയധികം സഹായിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാവാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം